സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിലുള്ള മനുഷ്യർ രോഗം മാറാൻ എന്നുള്ള പേരിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന 6000-ലധികം മരുന്നുകൾ നിരോധിക്കേണ്ടത് തന്നെയാണെന്നുള്ള അന്തിമ റിപ്പോർട്ട് വന്നിരിക്കുന്നു. സുപ്രീം കോടതിയിൽ മരുന്ന് നിർമ്മാതാക്കളെല്ലാം കൂടെ കൊടുത്ത കേസിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു പഠന കമ്മിറ്റി കൂടെ ഉണ്ടായതും അവരുടെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളതും. എന്താണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്? എന്താണ് ഈ റിപ്പോർട്ട് കൊണ്ട് നാം അർത്ഥമാക്കേണ്ടത്? മരുന്ന് കമ്പനികൾ പറഞ്ഞിരുന്നത് ഈ 6000-ഓളം ഇറാഷണൽ കോമ്പിനേഷൻ ഡ്രഗുകൾ നിരോധിച്ചു കഴിയുമ്പോൾ വലിയ തകർച്ചയാണ് മരുന്ന് വ്യവസായത്തിനുണ്ടാകുക. ഈ മരുന്ന് കഴിച്ച് ചാകുന്ന ആളുകളെക്കുറിച്ചുള്ള യാതൊരുവിധ വേവലാതിയും മരുന്ന് കമ്പനികൾക്കുണ്ടായിരുന്നില്ല. അവർക്കതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ വിഷമല്ല എന്ന് പറയുന്ന മരുന്നുകൾ കഴിച്ചാലും സംഭവിക്കുന്നത് ഇതൊക്കെ തന്നെയാണെന്ന് അവർക്കറിയാമല്ലോ. വിഡ്ഢികളായ മനുഷ്യർ രോഗങ്ങളുടെ കാരണം എന്താണെന്ന് അന്വേഷിക്കാതെ, ആ കാരണം പരിഹരിക്കാതെ ഇതുപോലുള്ള ഓരോരോ തട്ടിപ്പുകളിൽ ചെന്ന് ചാടും. ഓർഗാനിക് ആണോ മനുഷ്യ ശരീരം, കെമിക്കലാണോ? മനുഷ്യ ശരീരം ഓർഗാനിക് ആണെങ്കിൽ അതിന് ഓർഗാനിക് ആയിട്ടുള്ള ഭക്ഷണം വേണം, ഓർഗാനിക് ആയിട്ടുള്ള രോഗപരിഹാരവും ഉണ്ടാവണം. കെമിക്കലാണ് ശരീരമെങ്കിൽ, വേറൊരർത്ഥത്തിൽ, അതിസൂക്ഷ്മമായ അർത്ഥത്തിൽ കെമിക്കലിൻ്റെ ഓർഗാനിക് ഫോമുകൾ, ഇൻഓർഗാനിക് ഫോമുകളെ കുറിച്ച് ആലോചിച്ചോളുക. അങ്ങനെ പറയാമെന്നല്ലാതെ നമ്മുടെ ലാബുകളിൽ കാണുന്ന, ലാബറട്ടറികളിൽ ഉപയോഗിക്കുന്ന, ഇംഗ്ലീഷ് മരുന്നുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കെമിക്കലാണ് ഒരു ശരീരത്തിന് ഭക്ഷണമായി തീരേണ്ടതെന്ന് ആരും പറയില്ല. ആ ഭക്ഷണ സാധനങ്ങളിലൂടെയാണ് ശരീരം രൂപാന്തരപ്പെടുന്നത്. അതുകൊണ്ട് ശരീരത്തിൻ്റെതായ തകരാറുകളിൽ ഭക്ഷണ സാധനങ്ങൾ തന്നെയാണ്, ആഹാര സാധനങ്ങൾ തന്നെയാണ് മരുന്നായിട്ട് മാറേണ്ടത്. അതിനു പകരം ഹെർബലായിട്ടും കെമിക്കലായിട്ടുമുള്ള മരുന്നുകൾ കഴിക്കുന്ന മനുഷ്യർക്ക് കൂടുതൽ രോഗങ്ങൾ ഉണ്ടാകുക മാത്രമാണ് ചെയ്യുക. അവിടെ മരുന്ന് കമ്പനികളുടെയോ സർക്കാരിൻ്റെയോ ഔദാര്യം പ്രതീക്ഷിക്കരുത്. അവർക്കത് സാധിക്കില്ല. അവർക്ക് കച്ചവടമാണ് മുഖ്യം. അതുകൊണ്ട് ഈ മരുന്ന് നിരോധനത്തോടെ പലരും വിളിച്ചു, അപ്പോൾ നിങ്ങൾ പറയുന്നതൊക്കെ തന്നെയാണ് ശരിയെന്ന് മനസ്സിലായി. അതിനർത്ഥം ഞങ്ങളെ അവിശ്വസിക്കുകയും അല്ലായെങ്കിൽ ശങ്കിക്കുകയും മറ്റവരായിരിക്കില്ലേ ശരിയെന്ന് ചിന്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാണല്ലോ. അങ്ങനെയാണ് മനുഷ്യർ. വ്യവസായങ്ങളുടെ, വാണിജ്യത്തിൻ്റെ നേരെ ഒരു സോഫ്റ്റ് കോർണർ, അത് വിശ്വസിക്കാനുള്ള ഒരു പ്രേരണ മനുഷ്യർക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ കച്ചവടത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവരല്ല. അപ്പോൾ ഞാൻ പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങൾ കേരളത്തിൽ 6 നടത്തുന്നുണ്ട്. പക്ഷെ അത് കച്ചവടത്തിൻ്റെ ഒരു കണ്ണോടെ ആയിരുന്നെങ്കിൽ, ലാഭമുണ്ടാക്കാനുള്ള ആഗ്രഹത്തോടെ ആയിരുന്നെങ്കിൽ ആരോഗ്യവകുപ്പിനെ എതിർക്കുമായിരുന്നോ? ആരോഗ്യമന്ത്രിയുടെ ഇഷ്ടത്തിനെതിരെ നിൽക്കുമായിരുന്നോ? മരുന്ന് കമ്പനികളെ എതിർക്കുമായിരുന്നോ? ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന ഒരു ഭീഷണിയുടെ മുന്നിലാണ് മരുന്നുകളെയും ആശുപത്രികളെയും എതിർക്കുന്ന ഞങ്ങളൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് ലാഭമുണ്ടാക്കാനും അതുകൊണ്ട് സുഖമായി ജീവിക്കാനുമായിരുന്നെങ്കിൽ ലോകം നിയന്ത്രിക്കുന്ന അലോപ്പതി മേഖലയെ എതിർക്കാൻ പോവില്ലായിരുന്നു. ഞാൻ പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങി വെച്ചത് ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ശരി, ആഹാരം കൊണ്ട് തന്നെ രോഗങ്ങൾ മാറ്റാൻ പറ്റുമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എറണാകുളത്തും കൊല്ലത്തും നടത്തുന്ന പ്രകൃതി ഹോട്ടലുകളുണ്ട്. ലാഭത്തിലൊന്നുമല്ല. ഇടയ്ക്ക് ലാഭം ഉണ്ടാകും, ഇടയ്ക്ക് നഷ്ടം വരും. നടന്നു പോകുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അത്രേ കരുതിയിട്ടുള്ളൂ. എറണാകുളത്തെ IS പ്രസ് റോഡിലുള്ള അരുവി ഹോട്ടല് ഇപ്പോൾ 3-4 സ്ഥലങ്ങളായി മാറി മാറി നടക്കുന്നത്. വാടകയ്ക്കാണ്. വലിയ
സംഭാവനയൊന്നും കൊടുക്കാതെ, ഡെപ്പോസിറ്റൊക്കെ കൊടുക്കാതെ അല്പം ഔദാര്യത്തിൽ ഉടമസ്ഥർ തരുന്ന കെട്ടിടങ്ങളിലേ അത് നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവർ ഒരു താല്പര്യം പറയുമ്പോൾ അവിടെ നിന്ന് മാറും. ഒരിക്കലും ഉടമയെ ധിക്കരിച്ച് നമ്മുടെ ഒരു സ്ഥാപനം ഒരിടത്തും നിൽക്കാറില്ല. അവിടെ നിന്ന് മാറും. അങ്ങനെ ഓടി നടക്കേണ്ടി വരികയാണ്. കൂടുതൽ വാടക കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടും വലിയ സൗകര്യങ്ങളിലേക്കൊന്നും പോകാൻ പറ്റുന്നില്ല. പക്ഷെ ഏത് നിമിഷവും ഇത് അടച്ചുപൂട്ടാനും മടിയില്ല. ആ ഒരു തീരുമാനത്തോടെ തന്നെയാണ്. പക്ഷെ ഇനിയിപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല. കാരണം മരുന്നില്ലാതെ തന്നെ രോഗം മാറുമെന്നുള്ള കാര്യം കേരളത്തിൽ ചിന്തിക്കുന്നവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ധാരാളം പേര് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളെ എതിർക്കുന്ന ആളുകളും പ്രത്യേകിച്ച് മരുന്നുകളെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ, ഡോക്ടർമാർ, എത്രയോ ഡോക്ടർമാരുണ്ട് പ്രകൃതി രീതികൾ ചെയ്യുന്നവർ. എത്രയോ ഡോക്ടർമാരുണ്ട് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഹോമിയോയും പ്രകൃതിയും ആയുർവേദവും ഒക്കെ ചെയ്യുന്നവരായിട്ട്. മരുന്നുകളെക്കുറിച്ച് ശരിയായിട്ട് അറിയാവുന്ന ആരും തന്നെ മരുന്ന് കഴിക്കുന്നില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് സത്യം തിരിച്ചറിയാനുള്ള ഒരു നല്ല അവസരം കൂടിയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിലൂടെ വന്നിട്ടുള്ളത്. ഇന്നലത്തെ മരുന്ന് ഇന്നത്തെ വിഷം. അപ്പോൾ ഇന്നത്തെ മരുന്നോ അത് ഇന്നലത്തെ വിഷം. അപ്പോൾ ഇന്നത്തെ മരുന്ന് നാളത്തെ വിഷം. അപ്പോൾ ഇന്നത്തെ വിഷമോ? ഒരു സംശയം വേണ്ട. ലോകത്തുള്ള ലക്ഷത്തോളം വരുന്ന ലാബറട്ടറികളിൽ പരീക്ഷണം നടക്കുകയാണ്. ഇന്നത്തെ വിഷങ്ങൾ എങ്ങനെ നാളെ മരുന്നായിട്ട് ഉപയോഗിക്കാം. അത് ഒരു മരുന്നായിട്ട് മാറുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ ചിരി വരും. വിഷത്തെ ശാസ്ത്രീയമായി മരുന്നായിട്ട് ഉപയോഗിക്കണമല്ലോ. വിഷത്തെ മനുഷ്യ ശരീരത്തിലേക്ക് ഉപയോഗിക്കണം. അത് നമ്മുടെ തിരുമുൽപ്പാട്, തൃപ്പൂണിത്തുറയിലെ തിരുമുൽപ്പാട്, അദ്ദേഹമാണ് അതിൻ്റെ ആചാര്യൻ. അല്ലെങ്കിൽ മരുന്ന് കമ്പനിയിൽ നിന്ന് പഠിച്ചതായിരിക്കും, മരുന്ന് കമ്പനിക്കാരായിരിക്കാം അദ്ദേഹത്തിൻ്റെ ആചാര്യൻ. അദ്ദേഹം വൈപ്പിൻകരയിലെ എൻ്റെ ജനങ്ങൾക്ക് ചാരായം ഉണ്ടാക്കി നൽകി. വലിയ ടാങ്കിൽ വെള്ളം നിറച്ച് അതിൽ പരാമറി ചേർക്കും. മീനെ പിടിച്ച്, ബ്രാൽ മത്സ്യത്തെ പിടിച്ച് അതിലിട്ടിട്ടുണ്ടാകും. വിഷത്തിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ബ്രാലുകളുടെ ചലനമൊക്കെ കുറഞ്ഞ് അത് ചത്തു വീഴും. അതുവരെ വിഷം ചേർത്തുകൊണ്ടിരിക്കും. ഈർക്കിലിൽ മുക്കിയിട്ടാണ് പരാമറി ചേർക്കുക. ബ്രാലി ചാകുമ്പോൾ നിർത്തും. ഡോസാണ്. ആ ഡോസിൽ മനുഷ്യൻ മരിക്കില്ല. വിഷത്തിൻ്റെ ചെറിയ ഡോസിൽ ഒരു കുഴപ്പവും ഇല്ലാതെ വിഷമല്ല അത് മരുന്നാകുമെന്നൊക്കെ പറയുന്ന ചില വിദ്വാൻമാർ മനഃപൂർവ്വം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടക്കുന്ന കപട ശാസ്ത്രജ്ഞന്മാർ നമ്മുടെ നാട്ടിലുണ്ട്, കപട ഡോക്ടർമാരുണ്ട്. ഈ ഡോസ് വിഷം നിശ്ചയിക്കുമെന്ന് പറയുന്ന ആൾ തന്നെയായിരുന്നു നമ്മുടെ തിരുമുൽപ്പാട്. അപ്പോൾ അങ്ങനെയാണ് വൈപ്പിൻകരയ്ക്ക് ചാരായം ഉണ്ടാക്കി കൊടുത്തതും. 1982 സെപ്റ്റംബർ 2 അത് കലക്കിയവന്മാരും കുറച്ച് അടിച്ച് പൂസായിട്ടാണ് കലക്കിയത്. സാധാരണ മദ്യമുതലാളിമാർ കുടിക്കില്ല, അവരുടെ തൊഴിലാളികൾ കുടിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെയൊക്കെ വളരെ നിഷ്ഠയുണ്ടെങ്കിലും ആ ദിവസം കുടിയന്മാരായ ചിലരിരുന്നിട്ടാണ് കലക്കിയത്. ബ്രാലി ചത്തപ്പോഴും കുറച്ചുകൂടെ വീര്യം കെട്ടട്ടെ എന്ന് കരുതിയിട്ടായിരിക്കണം അവർ കുറെ കൂടെ പരാമറി ചേർത്തു. അത് കുടിച്ചാണ് വൈപ്പിൻകരക്കാർ മരിച്ചത്. മരുന്ന്, ഇംഗ്ലീഷ് മരുന്നുകളും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ലാബറട്ടറികളിൽ ഏതാനും വർഷം ലാബ് സ്റ്റഡി നടത്തുന്നു. ഓരോരോ കെമിക്കലുകൾ മാറി മാറി കണ്ടുപിടിച്ച് എടുത്ത് അതിൻ്റെ പലതരത്തിലുള്ള വീര്യങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു 3-4 കൊല്ലം വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന ലാബ് സ്റ്റഡി. അത് കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ട് മൃഗങ്ങളിലേക്ക്, വളരെ ഹീനമായ ക്രൂരമായ പരീക്ഷണമാണ് പാവം മൃഗങ്ങളിൽ. 30 ലക്ഷത്തോളം മൃഗങ്ങളെയാണ് ഒരു കൊല്ലം ബ്രിട്ടനിൽ മാത്രം മരുന്ന് പരീക്ഷണത്തിന് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മൃഗസ്നേഹികൾ അതിനെതിരെ വലിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുകയും മൗറീഷ്യസിൽ നിന്നെല്ലാമുള്ള കുരങ്ങുകളുടെ ഇറക്കുമതി ഫ്ലൈറ്റ് കമ്പനികൾ നിർത്തലാക്കുകയൊക്കെ ചെയ്തത് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് സുജീവിതം മാസികയിൽ ഞാൻ എഴുതിയിരുന്നു. ഈ മൃഗങ്ങളിൽ, നൂറുകണക്കിന് മൃഗങ്ങളിൽ കുറഞ്ഞ അളവിൽ പലതരത്തിലുള്ള അളവുകളിൽ മരുന്നാകാൻ പോകുന്ന കെമിക്കലുകൾ കുത്തിവയ്ക്കുകയും അവ എങ്ങനെയാണ് മരിക്കുന്നത്, എത്ര കാലം കൊണ്ടാണ് മരിക്കുന്നത്, അവരുടെ
ശരീരഘടനയിൽ എന്തെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങളാണ് ഉണ്ടാകുന്നത്, ഇതെല്ലാം ശാസ്ത്രജ്ഞന്മാർ രേഖപ്പെടുത്തും. ശാസ്ത്രീയമായ പഠനങ്ങളാണ്. എന്നിട്ട് ഒടുവിൽ ഒരു വിധത്തിൽ തൃപ്തിയായ ഒരു കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ NDA അയക്കും, ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷൻ. അത് അമേരിക്കയിൽ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ FDA അവർ സമ്മതിച്ചു കഴിഞ്ഞാൽ, അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റു രാജ്യങ്ങളിൽ വലിയ പ്രയാസമൊന്നുമില്ല. ആകെ ലോകത്ത് മരുന്നുകളുടെ മേഖലയിൽ അല്പം ഗൗരവമായിട്ടുള്ള നിബന്ധനകൾ ചുമത്തുന്നത് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അമേരിക്ക, അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, ബ്രിട്ടനിലെ ഹെൽത്ത് സെൻറ്റർ, കാനഡയിൽ, പിന്നെ സ്വീഡനിൽ. അല്ലാത്ത മറ്റു രാജ്യങ്ങളിൽ മരുന്നുകൾക്ക് അനുവാദം വാങ്ങാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല. അമേരിക്കയിൽ FDAയും കൈക്കൂലിയുണ്ട്. കൈക്കൂലിയില്ലാത്ത ബ്രിട്ടനിലും ചിലപ്പോൾ ഓസ്ട്രേലിയയിലും മാത്രമേ കൈക്കൂലി ഇല്ലാണ്ടുള്ള പഠനങ്ങൾ കണ്ടുവന്ന് വരികയുള്ളൂ. ഏതായാലും മരുന്നുകളുടെ ഈ പരീക്ഷണ റിപ്പോർട്ടുകൾ, ലാബിൻ്റെയും മൃഗങ്ങളിലെയും പരീക്ഷണ റിപ്പോർട്ടുകൾ നോക്കി തൃപ്തികരമാണ് എന്ന് ഏജൻസിക്ക് തോന്നിയാൽ ന്യൂ ഡ്രഗ് ലൈസൻസ്, ക്ലിനിക്കൽ ട്രയലിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് കൊടുക്കും. ക്ലിനിക്കൽ ട്രയൽ എന്ന് പറഞ്ഞാൽ ലോകത്താദ്യമായിട്ട് ഈ കെമിക്കലുകൾ മനുഷ്യ ശരീരത്തിൽ പ്രയോഗിക്കാനുള്ള നടപടികൾക്ക് തുടക്കമിടുക എന്നാണ് അർത്ഥം. 3 ക്ലിനിക്കൽ ട്രയലുകൾ പൂർത്തിയാക്കണമെന്നുണ്ട്. ആദ്യത്തേത് ഒരു 100 പേരെ വില കൊടുത്ത് മരുന്ന് കമ്പനിക്കാർ വാങ്ങും. മരുന്നുകൾ കഴിക്കുന്ന രോഗികളെ മരുന്ന് പരീക്ഷണത്തിന് ഉൾപ്പെടുത്താറില്ല. കാരണം രോഗികൾ പല മരുന്നുകൾ കഴിക്കുന്നവരാണ്, ചിലപ്പോൾ അവശരായിരിക്കും. മരുന്നുകളുടെ ദോഷഫലങ്ങൾ തെളിയാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വളരെ ആരോഗ്യമുള്ള ആഫ്രിക്കയിൽ നിന്നുള്ള പാവം മനുഷ്യരുണ്ട്, ഇന്ത്യയിൽ നിന്നുള്ളവരുണ്ട്, ശ്രീലങ്കയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നൊക്കെയുള്ള പാവങ്ങളെ ആയിരിക്കും ഇതിനുവേണ്ടി തിരഞ്ഞെടുക്കുക. അവർക്ക് നക്കാപ്പിച്ച കാശ് കൊടുത്താൽ തന്നെ വലിയ സന്തോഷമായിരിക്കും. ക്ലിനിക്കൽ ട്രയൽ ഇൻഷുറൻസ് ഉണ്ട്. പല ഇൻഷുറൻസ് കമ്പനികൾക്കും, ഇപ്പോൾ ബജാജ് അലിയൻസ് പോലുള്ള കമ്പനികൾക്ക് വരെ ക്ലിനിക്കൽ ട്രയൽ ഇൻഷുറൻസ് ഉണ്ട്. പക്ഷേ ഇൻഷുറൻസ് വേണ്ടവർക്കല്ല, ഈ ക്ലിനിക്കൽ ട്രയലിൽ പങ്കെടുക്കുന്നവർക്കല്ല പലപ്പോഴും ഇൻഷുറൻസ് ഉണ്ടാകുക. മറിച്ച് അത് രഹസ്യമായി തന്നെ ചെയ്യിക്കുന്ന ഡോക്ടർമാർക്കായിരിക്കും. ഏതെങ്കിലും രോഗി മരിക്കുകയും അതിനെതിരെ ഒരു കേസ് വരികയും ആ കേസിൽ മറ്റു ഡോക്ടർമാർ സാക്ഷി പറയാൻ പോകാൻ പാടില്ലെന്നാണ് ഉത്തരവ്. എങ്ങനെ അബദ്ധത്തിലെങ്ങാനും കോടതി തെളിഞ്ഞ് നഷ്ടപരിഹാരം വിധിച്ചാൽ ആ വിധിക്കുന്ന തുക കൊടുക്കുന്ന ലൈസൻസാണ് പ്രധാനമായിട്ടുള്ളത്. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ കുറച്ചുകൂടെ രോഗികളുടെ ഭാഗത്താണ് നീതി കൊടുക്കുന്ന രീതിയിലുള്ള നിയമങ്ങളുണ്ട്. അങ്ങനെ ക്ലിനിക്കൽ ട്രയൽ ലൈസൻസ് ഒക്കെ എടുത്ത് 100 പേരിൽ ആദ്യമായിട്ട് മരുന്ന് പരീക്ഷിക്കും. 6 മാസത്തെ പരീക്ഷണമുള്ളൂ. അപ്പോൾ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പാരാസിറ്റമോളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതേ തുടർന്ന് ക്യാൻസർ ഉണ്ടാകുന്നത്, അതിൻ്റെ ശരിയായ ദോഷഫലങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് 10, 15, 20 കൊല്ലങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. പല മരുന്നുകളുടെയും ദോഷഫലങ്ങളെന്ന് പറയുന്നത് പെട്ടെന്ന് കാണുന്നത് മാത്രമല്ല, പെട്ടെന്ന് കാണാത്ത ദോഷഫലങ്ങൾ ശരീരത്തിൽ ദോഷഫലങ്ങളായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. ചിലപ്പോൾ തലമുറകളെ ആയിരിക്കും ബാധിക്കുക. അപ്പോൾ ആദ്യത്തെ ക്ലിനിക്കൽ ട്രയലിൽ പെട്ടെന്ന് ആൾ മരിക്കുമോ, തലച്ചോറിൽ തകർച്ച ഉണ്ടാകുമോ, സ്ട്രോക്ക് വരുമോ, ഹൃദയത്തിന് തകരാറുണ്ടാകുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. രണ്ടാമത്തെ ക്ലിനിക്കൽ ട്രയൽ എന്ന് പറഞ്ഞാൽ 5000 പേരൊക്കെ വേണമെന്നാണ്. ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അത് വിലക്ക് വാങ്ങി നഷ്ടപരിഹാരത്തിന് കരാറെല്ലാം വെച്ചുകൊണ്ട് ചെയ്യാനായിട്ട് മരുന്ന് കമ്പനികൾക്ക് സാധിക്കുമോ? അത്രയ്ക്കുള്ള കൈവിട്ട കളിക്ക് അവർ തയ്യാറാകുമോ? ലാഭം ഉണ്ടാക്കാനുള്ള കളിയല്ലേ. അത് ബ്ലൈൻഡ് സ്റ്റഡിയായിട്ട്. പിന്നെ മൂന്നാമത്തെ ക്ലിനിക്കൽ ട്രയൽ എന്ന് പറഞ്ഞാൽ 10-50,000 പേരൊക്കെ പങ്കെടുക്കണമെന്നാണ്. അതൊക്കെ എണ്ണം കുറച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ എണ്ണം മേശപ്പുറത്ത് ഉണ്ടാക്കിയെടുക്കാൻ അവർക്കറിയാം. എന്നാലും പേരിനൊരു സ്റ്റഡി നടത്തി ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ എല്ലാം റിപ്പോർട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഈ നിരോധിക്കപ്പെട്ട 6000-ഓളം മരുന്നുകൾ, അവയ്ക്കും ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ശാസ്ത്രീയ സംഘത്തിൻ്റെ ശാസ്ത്രജ്ഞന്മാരുടെ അനുകൂല റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ടാകും. അതെങ്ങനെയാണ് മരുന്ന് കമ്പനികൾ ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ, നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ പോലും അവരുടെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ രഹസ്യമായും പരസ്യമായും മരുന്ന് പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. ക്ലിനിക്കൽ ട്രയലുകളല്ലായിരിക്കും,
പക്ഷേ മരുന്നുകളുടെ പഠന റിപ്പോർട്ടുകൾ നമ്മുടെ മെഡിക്കൽ കോളേജുകളിലെല്ലാം മരുന്ന് പരീക്ഷണങ്ങൾ നന്നായി നടക്കുന്നുണ്ട്. സർക്കാർ അറിഞ്ഞും സർക്കാർ അറിയാതെയും രോഗികൾ അറിഞ്ഞ് നമ്മളെ പ്രധാനപ്പെട്ട മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ നിരന്തരമായി മരുന്ന് പരീക്ഷണം, ഏതാണ്ട് 100-200 മരുന്ന് പരീക്ഷണങ്ങൾ നടന്നത് തൃശ്ശൂരിലെ ജനനീതി എന്ന് പറഞ്ഞ സംഘം പുറത്തു കൊണ്ടുവരികയുണ്ടായി. ഒരു TV ചാനൽ അത് പുറത്തു കൊണ്ടുവന്നിരുന്നു. RCCയിൽ നടന്ന മരുന്ന് പരീക്ഷണം വാർത്തയായതാണ്. പക്ഷേ ഇതൊന്നും എങ്ങും എത്താൻ പോകുന്നില്ല, അതിനൊന്നും നടപടി ഉണ്ടാവില്ല. കാരണം അവരത്രയും പ്രബലരാണ്. പിന്നെ ജനസേവനത്തിൻ്റെ പേരിൽ മുഖം മൂടി വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ മരുന്നുകളിങ്ങനെ പരീക്ഷിക്കാനായിട്ട് ബ്ലൈൻഡ് സ്റ്റഡി, ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡി, പക്ഷെ അതിൻ്റെ ശരിയായ അർത്ഥത്തിലല്ല ഈ ബ്ലൈൻഡ് സ്റ്റഡിയും ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡിയും നമ്മുടെ നാട്ടിലെ മരുന്ന് പരീക്ഷണത്തിൽ പ്രയോഗിക്കപ്പെടുന്നത്. രോഗി അറിയാതെ ഡോക്ടർമാർ രോഗിയിൽ പുതിയ മരുന്നുകൾ പരീക്ഷിക്കുന്നു. കോടികളാണ് ഇവരുണ്ടാക്കുന്നത്. ഇത് ബ്ലൈൻഡ് സ്റ്റഡി. ഇനി ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡി ഉണ്ട്. ഡോക്ടറും അറിയുന്നില്ല, രോഗി ഒരിക്കലും അറിയുന്നില്ല, ഡോക്ടറും അറിയുന്നില്ല. പിന്നെ ആരാണ് അറിയേണ്ടവരറിയും. അത് ആശുപത്രിയിലെ മേലധികാരികയോ ആശുപത്രി ഉടമസ്ഥനോ ഒക്കെ ആയിരിക്കും അതറിയുക. പഴയ മരുന്ന് തന്നെയാണ് എന്ന വിശ്വാസത്തിൽ ലേബലെല്ലാം പഴയത് തന്നെയായിരിക്കും, പക്ഷെ അതിനുള്ളിലുള്ള മരുന്ന് എന്ന് പറയുന്ന സാധനം പുതിയ കെമിക്കലായിരിക്കും. ഇങ്ങനെയുള്ള ഭീകര പരീക്ഷണങ്ങളൊക്കെ നടത്തി രോഗികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇതിൻ്റെ റിപ്പോർട്ടുകൾ കൊടുത്താൽ കോടികൾ ഉണ്ടാക്കാം. നല്ലൊരു ശതമാനം ആശുപത്രികളും ഇന്ന് പിടിച്ചു നിൽക്കുന്നത്, അല്ല എങ്കിൽ ലാഭകരമായി പ്രവർത്തിക്കുന്നത്, കോടികൾ ഉണ്ടാക്കുന്നത് ഇത്തരത്തിലാണ്. തൃശ്ശൂരിൽ ജനനീതിയുടെ പഠനത്തിൽ തെളിഞ്ഞൊരു കാര്യം, തൃശ്ശൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നഴ്സ് സ്കൂട്ടറിന് വരാൻ തുടങ്ങി. അതോടെ ആഴ്ചയിൽ ഒരു ദിവസം എത്തുന്ന കിഡ്നി സ്പെഷ്യലിസ്റ്റ്, നെഫ്രോളജിസ്റ്റിൻ്റെ പ്രത്യേക സഹായിയായ ഈ നഴ്സിന് ആ ഡോക്ടറുമായിട്ടുള്ള അവിഹിത ബന്ധത്തിൻ്റെ പേരിൽ ഡോക്ടർ കൊടുത്തതാണ് ഈ സ്കൂട്ടർ എന്ന വാർത്ത പരന്നു. അത് മറ്റു നഴ്സുമാരുടെ ഇടയിൽ മുറിവുറുപ്പുണ്ടാക്കിയപ്പോൾ മാനേജ്മെൻ്റ് അറിഞ്ഞു. അവർ ഈ നഴ്സിനെ വിളിച്ച് ഫയർ ചെയ്തു. അപ്പോൾ നഴ്സ് പറഞ്ഞു, എനിക്ക് യാതൊരു ബന്ധവും ആ ഡോക്ടറുമായിട്ട് അങ്ങനെ വേറെ ഇല്ല, പിന്നെ എങ്ങനെയാണ് നിനക്ക് സ്കൂട്ടർ കിട്ടിയത്? അത് മരുന്ന് കമ്പനിക്കാർ തന്നതാണ്. മരുന്ന് കമ്പനിക്കാർ നിനക്കെന്തിനാണ് മരുന്ന് തന്നത്? അത് ഈ ഡോക്ടർക്ക് അവർ കൊടുക്കുന്ന ഒരു മരുന്ന് ഞാൻ മാത്രമാണ് രോഗികളിൽ കുത്തുക, വേറെ ആരുടെ കയ്യിലും ഡോക്ടർ അത് കൊടുക്കില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ആ മരുന്ന് ഞാൻ കൈകാര്യം ചെയ്യുന്നതിൻ്റെ പേരിലാണ് എനിക്ക് തന്നത്. നഴ്സിനും വേറെ കാര്യങ്ങൾ അറിയില്ല. അപ്പോഴാണ് ആശുപത്രി ഉടമയ്ക്ക് കാര്യം മനസ്സിലായത്. വിസിറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന, ആഴ്ചയിലൊരിക്കൽ വന്നു പോകുന്ന നെഫ്രോളജിസ്റ്റ്, പാലക്കാടും തൃശ്ശൂരും പ്രശസ്തനാണ് അദ്ദേഹം രോഗികൾ അറിയാതെ, ആശുപത്രി ഉടമ അറിയാതെ ആശുപത്രിയിൽ പുതിയ മരുന്നുകളുടെ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് തന്നെ അദ്ദേഹത്തെ ആശുപത്രി നിർത്തി. പിറ്റേന്ന് തന്നെ മരുന്ന് കമ്പനിയുടെ ഏജന്റ് ഈ ഉടമയെ കണ്ടു. ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഒരു 5 കോടി രൂപയുടെ റെഡി ക്യാഷ് ഡയറക്ടറുടെ മേശപ്പുറത്തേക്ക് വെച്ചു കൊടുത്തു, ഉടമയുടെ മേശപ്പുറത്തേക്ക് വെച്ചു കൊടുത്തു. സാർ ഒന്നും അറിയണ്ട, ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തോളാം, സാറ് കണ്ണടച്ചിരുന്നാൽ മതി. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്തിക്സ് കമ്മിറ്റിയിൽ, ഒരു എത്തിക്സ് കമ്മിറ്റിയൊക്കെ ഉണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും ഇതുപോലുള്ള ആശുപത്രികളിലും. മരുന്ന് പരീക്ഷണത്തിന് മുമ്പ് എത്തിക്സ് കമ്മിറ്റി വേണം, നിയമങ്ങളുണ്ട്. അപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാം ഉണ്ട്. അപ്പോൾ ആ കമ്മിറ്റിയിൽ ജനനീതിയുടെ ഡയറക്ടറായ ഡോക്ടർ ജോർജ് പുലികുത്തിയിൽ അംഗമായിരുന്നു. അപ്പോൾ ആ കമ്മിറ്റി കൂടിയപ്പോൾ ഒരു മരുന്ന് പരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അനുവാദം, അതിൻ്റെ പേപ്പർ വന്നു. അപ്പോൾ ഫാദർ ജോർജ് പുലികുത്തിയിൽ അതിൻ്റെ നിബന്ധനകൾ, കമ്പനിയുടെ പ്രോട്ടോക്കോൾ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് ഒക്കെ പുറകെ വരും, ഇപ്പം നമ്മൾ അനുവാദം കൊടുക്കാം, എന്നിട്ട് പിന്നെ നോക്കാം. അപ്പോൾ അത് പറ്റില്ല, പ്രോട്ടോക്കോൾ കണ്ടിട്ടല്ലാതെ നമുക്ക് തീരുമാനം എടുക്കുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. സത്യത്തിൽ മരുന്ന് പരീക്ഷണമൊക്കെ നടന്ന് 6 മാസമായിട്ട് മരുന്ന് പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് വേണ്ടി എത്തിയത് ഇപ്പോഴാണെന്ന് മാത്രമേ ഉള്ളൂ. ആ പഠനത്തിൻ്റെ ഏതാണ്ട് അന്തിമ റിപ്പോർട്ട് കൊടുക്കേണ്ട സമയത്താണ് റിപ്പോർട്ടിന് വേണ്ടിയിട്ട്, അനുവാദത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. പറ്റില്ല എന്ന് പറഞ്ഞു.
പക്ഷേ അതിൻ്റെ പേരിൽ ഡോക്ടർ 2 പ്രാവശ്യം കുടുംബസമേതം വിദേശയാത്ര നടത്തി, ലക്ഷങ്ങൾ കൈപ്പറ്റി. ഒടുവിൽ നിവൃത്തിയില്ലാതെ പ്രോട്ടോക്കോൾ കൊണ്ടുവന്നു. ആ പ്രോട്ടോക്കോൾ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അതിൽ ക്ലിനിക്കൽ ഇൻഷുറൻസ് എടുക്കണം, നിരവധി തരത്തിലുള്ള ആപത്തുകൾക്കുള്ള സാധ്യതയുണ്ട്. കുത്തിയിരുന്ന് വായിച്ചു. അപ്പോൾ ആദ്യത്തെ 10 സാധ്യതകൾ, ഈ പഠനത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് പ്രമേഹം പിടിക്കും, സാധ്യതകളെല്ലാം ഉറപ്പായിട്ടുള്ള കാര്യമാണ്, പ്രമേഹം പിടിക്കും, മറ്റു പലതരത്തിലുള്ള കുഴപ്പങ്ങളുണ്ടാവും. പിന്നെ സംഭവിക്കാനിടയുള്ളത് ജീവിതകാലം മുഴുവൻ അവർ പ്രമേഹ രോഗികളായിരിക്കാം, അങ്ങനെയുള്ള കുറച്ച് സാധ്യതകൾ. അവസാനം മരിച്ചു പോകാനും സാധ്യതയുണ്ട്. ഇതിലാണ് മരുന്ന് പരീക്ഷണം നടത്തേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ക്ലിനിക്കൽ ഇൻഷുറൻസ് എവിടെ? അപ്പോൾ ക്ലിനിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, അത് കാണണം. അപ്പോൾ അത് എന്തിനാണത്? ക്ലിനിക്കൽ ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതുപോരാ, അത് കാണണം. ആ നിർബന്ധം വെച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഹാർട്ട് അറ്റാക്കായിട്ട് ICUവിലായി. കാരണം റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ കാര്യങ്ങൾ ഗുരുതരമാവും. അപ്പോൾ കമ്മിറ്റിയിലുള്ള മറ്റ് ഡോക്ടർമാർ ഫാദർ ജോർജ് പുലികുത്തിയോട് പറഞ്ഞു, അച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തല്ലേ ICUവിൽ അറ്റാക്കായിട്ട് കിടക്കുന്നത്, അച്ഛൻ ഒന്ന് അനുവാദം കൊടുക്ക്, ഈ ഇൻഷുറൻസിൻ്റെ പേരെല്ലാം പറഞ്ഞ് അത് വൈകിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം അദ്ദേഹം പറഞ്ഞു, അത് സാധിക്കില്ല, എനിക്കത് കാണണം. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്ത് ഈ നാട്ടിലെ രോഗികളാണ്, പാവപ്പെട്ടവരാണ്, ഡോക്ടറേക്കാൾ പ്രിയപ്പെട്ടത് എനിക്ക് അവരാണ്. ഒടുവിൽ ക്ലിനിക്കൽ ഇൻഷുറൻസിൻ്റെ പേപ്പർ കൊണ്ടുവന്നു. അതിരുന്ന് നോക്കിയപ്പോൾ ക്ലിനിക്കൽ ഇൻഷുറൻസ് ഉള്ളത് മരിക്കുന്ന അല്ലെങ്കിൽ പരിക്ക് പറ്റുന്ന ആളുകൾക്കല്ല. ആരെങ്കിലും കോടതിയിൽ പോയാൽ, കോടതി എതിരായി വിധിച്ചാൽ ഡോക്ടർക്ക് ആനുകൂല്യം, ഡോക്ടർക്കാണ് സംരക്ഷണം. പറ്റില്ല, ഒപ്പിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ എത്തിക്സ് കമ്മിറ്റി തൃശ്ശൂർ മെഡിക്കൽ കോളേജ് പിരിച്ചുവിട്ടു. അച്ഛനെ പുറത്താക്കി, വേറെ ആളുകളെ വെച്ചുകൊണ്ട് അവർ കാര്യം നടത്തി. ഇത് ഫാദർ ജോർജ് പുലികുത്തിയിൽ 2 വേദികളിൽ പ്രസംഗിച്ചിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്, പലരും കേട്ടിട്ടുണ്ട്. അദ്ദേഹം അത് ഇനിയും പറയുകയും ചെയ്യും. ഇതാണ് മരുന്നുകളുടെ മേഖലയിൽ നടക്കുന്നത്. നമ്മുടെ ഓരോ ഗവേഷകരുടെ പക്കലും മരുന്ന് കമ്പനികൾ മരുന്നുകളുടെ പഠനത്തിന്, സേഫ്റ്റി റിപ്പോർട്ടുകൾക്ക്, സർ ഞങ്ങൾക്ക് വേണ്ടത് ഈ റിപ്പോർട്ടാണ്, സാർ ഗവേഷണം നടത്തി ഈ റിപ്പോർട്ട് കണ്ടുപിടിച്ച് തരണം, ഇതാണ് ഞങ്ങൾക്ക് വേണ്ട ഫലം, ഈ ഫലം സാർ ഗവേഷണം നടത്തി കണ്ടുപിടിച്ച് തരണം. സാറിന് എത്ര വേണം? ചോദിക്കുന്ന പണം തരാം. ഇതാണ് നമ്മുടെ നാട്ടിലെ ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാരുടെ അവസ്ഥ. അതുകൊണ്ടാണ് ഇവർ ഇന്നലെ അനുമതി കൊടുത്ത മരുന്നുകൾ, ഇന്നലെ ഇവർ ഓക്കെ പറഞ്ഞ മരുന്നുകൾ, ജനങ്ങൾക്ക് കഴിക്കാമെന്ന് പറഞ്ഞ മരുന്നുകൾ, രോഗം മാറ്റും എന്നുറപ്പ് പറഞ്ഞ മരുന്നുകൾ ഇന്ന് നിരോധിക്കപ്പെടുന്നത്. എന്ത് പരീക്ഷണം നടത്തിയിട്ടാണ്, ആരിൽ പരീക്ഷണം നടത്തിയിട്ടാണ്, എങ്ങനെ തെളിഞ്ഞിട്ടാണ് ഈ നിരോധിക്കപ്പെടുന്ന മരുന്നുകളെല്ലാം അംഗീകരിക്കപ്പെടുന്നത്? ഇതുപോലൊരു വലിയ ചതി വേറെയില്ല. അതുകൊണ്ട് ശാസ്ത്രമാണ് തങ്കക്കടലാസിൽ പൊതിഞ്ഞതാണ്. കൊമ്പും കുഴലും നാഗപടത്താലിയും ഒക്കെയുള്ള ഭിഷഗ്വരന്മാർ, പരമേശ്വരന്മാർ എഴുതി തരുന്നതാണ്, സ്കാനിങ് എടുത്തതാണ് എന്നൊക്കെയുള്ള ആഡംബരാർഭാട ജഡിതകൾ കാണിച്ച് ജനങ്ങളെ മയക്കിക്കിടത്തുകയാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ ചെയ്യുന്നത്. അവരതിൽ നിന്ന് സ്വയം രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അവരും പെട്ടുകിടക്കുകയാണ് സാമൂഹ്യ അന്തസ്സിൻ്റെ തടവറയിൽ. അതേപോലെ തന്നെ പഠിക്കാൻ വേണ്ടി മുടക്കിയ കോടികളുടെ തടവറയിൽ അവരും നിസ്സഹായരാണ്. മരുന്ന് കമ്പനികൾ അവരെ ദല്ലാളന്മാരായി ഉപയോഗിക്കുകയാണ്. അന്താരാഷ്ട്ര മരുന്ന് കമ്പനികളുടെ ഈ ഹീനതകൾക്കെതിരെ ഇനിയെങ്കിലും നിങ്ങൾ കണ്ണു തുറക്കണം. ഭക്ഷണം കൊണ്ട് തന്നെ രോഗങ്ങളെ മാറ്റാം. അതേത് തരത്തിലുള്ള ഭക്ഷണമായ ആഹാര രീതി മാറിയാൽ തന്നെ ആരോഗ്യ രീതി മാറും. അതുകൊണ്ട് നിങ്ങൾ പ്രകൃതി ചികിത്സ തന്നെ ചെയ്യണമെന്നുള്ള നിർബന്ധമൊന്നും എനിക്കില്ല. നിങ്ങളുടെ രോഗത്തിൻ്റെ കാരണം എന്താണെന്ന് നോക്കി നിങ്ങൾ തന്നെ രോഗങ്ങളെ മാറ്റിയെടുക്കുക. ഞാനതാണ് പറയുന്നത്. ഞാൻ ജനങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്വയം പഠിക്കാൻ, രോഗകാരണത്തെ മനസ്സിലാക്കി ആ കാരണത്തെ ഒഴിവാക്കി ആരോഗ്യകരമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ചമ്പക്കരയിലുള്ള ആശുപത്രിയിൽ
ഇപ്പോൾ ബാക്കിയുള്ള ഹോസ്പിറ്റലുകളെല്ലാം ഞാൻ ഓരോരുത്തർക്കായിട്ട് വിട്ടുകൊടുത്തു. നേച്ചർ ലൈഫിൻ്റെ ചെയർമാൻ സ്ഥാനം ഞാൻ ഒഴിഞ്ഞു. കാരണം അത് തെളിയിക്കേണ്ടതെല്ലാം ഞാൻ തെളിയിച്ചിട്ടുണ്ട്. പ്രമേഹം ഉൾപ്പെടെ ഏത് രോഗവും മരുന്നില്ലാതെ മാറ്റാൻ സാധിക്കും. ഭക്ഷണത്തിലൂടെ, വ്യായാമത്തിലൂടെ, നീണ്ട ഉറക്കത്തിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് അസന്നിഗ്ധമായി ആവർത്തിച്ച് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു. പ്രായോഗികമായി തെളിയിച്ചു കഴിഞ്ഞു. എൻ്റെ തിയറികൾ ഞാൻ പ്രായോഗികമായി തെളിയിക്കുന്നവയാണ്. അവരുടെ തിയറികൾ പ്രായോഗികമായി തെളിയിക്കാൻ വെല്ലുവിളിക്കുമ്പോൾ അവർ രംഗത്ത് വരുന്നില്ല. അപ്പോൾ എനിക്കെതിരെ വാക്സിൻ്റെ കാര്യത്തിൽ സംവാദത്തിന് വന്ന രവിചന്ദ്രൻ പിന്നീട് അതിനെക്കുറിച്ചൊന്നും മിണ്ടിയിട്ടില്ല. ഞാൻ വാക്സിൻ്റെ കാര്യങ്ങളിൽ എൻ്റെ നിലപാടുകൾ തുടർന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അദ്ദേഹം അതിനുശേഷം അങ്ങനെ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല. വീണ്ടും ഒരു സംവാദത്തിന് എന്നെ വിളിച്ചിട്ടില്ല. അദ്ദേഹം അടുത്തൊരു സംവാദത്തിന് വരുമെന്നും ഞാൻ കരുതുന്നില്ല. കാരണം സത്യം എൻ്റെ ഭാഗത്താണ്. അപ്പോൾ ജനങ്ങൾ ആരോഗ്യത്തിൻ്റെ മേഖലയെങ്കിലും കച്ചവടക്കാരിൽ നിന്ന് വിടുതി ചെയ്തെടുക്കണം. സ്വാശ്രയത്വം നേടണം. സ്വന്തം രോഗങ്ങളെ സ്വയം മാറ്റിയെടുക്കണം. രോഗം വരാതെ ജീവിക്കണം. 6000-ഓളം മരുന്നുകൾ ഉറപ്പായി നിരോധിക്കപ്പെടുന്ന ഈ ഒരു അവസരത്തിൽ അതാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.